നമസ്കാരം. MCK ട്രാവൽസിൻ്റെ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള സിങ്ക് ബോഡിയുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടോ. അപ്പോൾ ഇവർക്ക് പുതിയത് 2 വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ വിശേഷങ്ങൾ ആ വണ്ടി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് മുന്നേ ഇറങ്ങിയ 2 വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് ഞാൻ ചെറിയൊരു റിവ്യൂ പോലെ പറഞ്ഞു തരാം. ഓക്കെ, എന്തായാലും ഇന്ന് യാത്രാ വീഡിയോ ആയിരുന്നു. പക്ഷേ ഞാൻ സ്ഥിരം പോകുന്ന റൂട്ടായതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ഒരുപാട് എടുക്കുന്നില്ല. കുറച്ച് ചെറിയൊരു വീഡിയോ ആയിട്ട് മാത്രം ഈ വീഡിയോ ഒതുക്കുകയാണ്. അപ്പോൾ സിങ്ക് ബോഡിയാണ് 13.5 മീറ്റർ ഷാസി, ലൈലൻഡിൻ്റെ ഷാസിയിൽ സിങ്ക് ബോഡിയാണ് ഇത് ബോഡി കിട്ടിയേക്കുന്നത്. നമ്മൾ ഈ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അത് ഉള്ളിൽ കയറിയില്ല, ഇതിന് വ്യത്യാസമുണ്ട്. ഈ വണ്ടിയിലൊരു 30 ബെർത്തും സ്ലീപ്പർ ബെർത്തും 12 സീറ്റുമാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ സീറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ നോക്കിയാൽ ഇതുപോലെയാണ്. ഇങ്ങനെയാണ് സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇവിടെ 2 ലെവലിലാണ് സീറ്റ് വന്നേക്കുന്നത്. 2 സീറ്റ് വെച്ചിട്ട് ഇവിടെ ചാർജിങ് പോർട്ടലും കാര്യങ്ങളൊക്കെ, ചാർജിങ് പോർട്ടൽസ്, അതുപോലെ തന്നെ ബാക്കി മൊബൈൽ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ ബാക്കിൽ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ എന്താ ബോട്ടിൽ ഹോൾഡർ, ഒരു നമ്മുടെ വണ്ടിയിലൊരു ബോട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബോട്ടിൽ ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ ഓവറോൾ ആംബിയൻസ് ഒക്കെ നല്ലതായിട്ടുണ്ട്. ഇവിടെ സിംഗിൾ ബെർത്താണ് കേട്ടോ വരുന്നത്. ഉണ്ടോ, സോറി, സിംഗിൾ ബെർത്തല്ല, സിംഗിൾ സീറ്റാണ് വരുന്നത്. ഇവിടെ കാലൊക്കെ വെക്കാനായിട്ട് വേണ്ട അത്രയും സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇതുപോലെ ചാർജിങ് ചില സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഡലിലേക്ക് വരുമ്പോൾ ഇതിന് ഈ ഒരു സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ഭാഗം ഈ സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. 12 സീറ്റ് കുറച്ച് അവിടെ നിന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കാര്യം മനസ്സിലാവുള്ളൂ. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ് കയറിയിട്ട് വേണം അടുത്ത സെക്ഷനിലേക്ക് കിടക്കാൻ. ഇവിടെ നിന്ന് കാട്ടിത്തരാം മൊത്തം വേണ്ട. ഇങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. AC ഇട്ടുണ്ട് കേട്ടോ. ഇവിടെ സിംഗിൾ സീറ്റുകൾ, ഇവിടെ ഡബിൾ സീറ്റുകൾ, മനസ്സിലായ ഒരു സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് പോകാനായിട്ട്. MCKയുടെ അവരുടെ ലോഗോ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു വെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നെറ്റ്സ് ബസ്സിൽ ഇങ്ങനെ യാത്ര വീഡിയോ ഒക്കെ ചെയ്തിട്ട് ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ, സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടക്കാം. U10 ഇത് പലർക്കും അറിയില്ല ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സീറ്റ് ഏതാണെന്ന് കാണിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. U10 എന്ന് പറഞ്ഞാൽ അപ്പർ 10 ആണ്, U9 എന്ന് പറഞ്ഞാൽ അപ്പർ 9. മനസ്സിലായില്ലേ? ആ ലോവറിൻ്റെ ചിഹ്നം കാണിച്ചേക്കുന്നതാണ് ലോവർ. ഇതിന് മുകളിലാണ് C12 D12. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമുക്ക് ടിക്കറ്റ് തരുമ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ. പല ആൾക്കാർക്ക് അറിയില്ല ഇതൊക്കെ. പിന്നെ ഇവിടെ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ കാണാറുണ്ട്. ഒരു സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സെക്ഷൻ കയറിയിട്ട് പിന്നെ ഈ ഇതുണ്ടല്ലോ സ്റ്റെപ്പ്, എന്താ പറയുക, കയറി മുകളിലേക്ക് പോകാനുള്ള സെറ്റപ്പൊക്കെ നോക്കി നല്ല സ്ട്രോങ്ങിലാണ് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിലും നമ്മുടെ ഈ ഒരു പഞ്ചാബ് ബോഡി, ഇത് സിങ്ക് ബോഡിയാണല്ലോ, അപ്പോൾ അത് നല്ല സ്ട്രോങ്ങിലാണ് ഇവരിതൊക്കെ ചെയ്യുക. ഈ നോർത്തിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാം, ഇതൊക്കെ ഷെൽട്ടർ പോലെ അത് അടയ്ക്കാൻ പറ്റും. അത് മൾട്ടിവുഡ് വെച്ച് അടയ്ക്കും അവർ. അപ്പോൾ പ്രൈവസി കിട്ടും. പക്ഷെ നമ്മുടെ അവിടെ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ നോർത്തിലൊക്കെ എല്ലാ വണ്ടിയിലും വാഷ്റൂം ഉണ്ട്. നമ്മുടെ അവിടെ ഒന്നും വാഷ്റൂം എല്ലാ വണ്ടിയിലും കൊടുക്കണില്ല. വാഷ്റൂം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മണം നിൽക്കും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എന്തൊക്കെ കൊടുത്താലും ആ ഒരു മണം അവിടെ ഉണ്ടാവും. വെൽക്കം ടു MCK ട്രാവൽസ്. എൻറ്ററിങ് ദ കോച്ച് ഇൻ ആൻഡ് ഇൻബിറേറ്റഡ് കണ്ടീഷൻസ് നോട്ട് അലൗഡ്. അമിതമായി മദ്യപിച്ച് മദ്യപിച്ച് വന്ന ഇതിൽ കയറിയെങ്കിലേ ഇറക്കി വിടുന്നൊക്കെയാണ് പറഞ്ഞത്. ബസ്സിനുള്ളിൽ മദ്യപാന അനുവദനീയമല്ല. ബസ്സിന് ഭക്ഷണം കഴിക്കുന്ന അനുവദനീയമല്ല. അതൊക്കെ നല്ലതാണ്. യാത്രക്കാർ അവരുടെ ലഗേജ് സൂക്ഷിക്കേണ്ടത് മാനേജ്മെൻറ്റ് യാതൊരുവിധ അവർ നമ്മളെന്നെ സൂക്ഷിക്കണം. സാധനം എന്തിനൊക്കെ പോയാൽ അവർ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞത്. പിന്നെ MDMA, കഞ്ചാവ്, മയക്കുമരുന്ന് എടുക്കാൻ പാടില്ല, മൃഗങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല. അതൊക്കെ നല്ലൊരു കാര്യം കേട്ടോ. സ്മൈൽ ആർ ഓൺ ക്യാമറ, അതായത് നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുമോ നിങ്ങൾ തന്നെ അതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ എന്നെ അടക്കം. പ്ലീസ് ഹെൽപ്പ്. സീറ്റുകൾ ബെർത്തുകൾ വൃത്തിയെ സൂക്ഷിക്കുക, സഹകരിക്കുക. ബസ്സിന് പുകവലി അനുവദനീയമല്ല. സ്ത്രീ ഓപ്ഷൻ ഉപയോഗിച്ച് ബുക്ക് ചെയ്യുന്ന പുരുഷന്മാർ യാത്ര ചെയ്യാൻ മാനേജ്മെൻറ്റ് അനുവദിക്കുന്നത്. സ്ത്രീകളാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇതിൽ ബുക്ക് ചെയ്യാൻ ചില ആൾക്കാർ, അത് നടക്കുന്ന കാര്യമല്ല. അത് പലരും പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ സീറ്റിൽ കിടക്കുന്നത് സ്ത്രീ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു റോ ചിലപ്പോൾ സ്ത്രീകൾക്ക് മാത്രം എക്സ്ക്ലൂസീവ് ഒരു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ സ്ത്രീയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്യും. ഇവിടെ സ്ത്രീ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് നമ്മൾ ബുക്ക് ചെയ്ത ഒരു ആണ് ഇവിടെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് പോവുള്ളൂ. അപ്പോൾ ഇതിൽ 2 സ്ത്രീകൾ നമ്മളെ ഇവർ സെറ്റായിട്ട് അവർ കൊണ്ടുപോകുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ബെർത്ത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. MCK എന്ന് പറഞ്ഞിട്ട് അവരുടെ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും നല്ല സെറ്റപ്പ് ക്ലീനിലാണ് അതൊക്കെ ചെയ്തേക്കുന്നത്. ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ഈ വണ്ടിയുടെ.
ഇതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ എക്സ്ക്ലൂസീവായിട്ട് ഞാൻ പിന്നെ ചെയ്യാം. ഓക്കെ, ഇത് ഒരു യാത്രാ വീഡിയോ ആയിട്ട്, ചെറിയൊരു യാത്രാ വീഡിയോ ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ. ഇവിടെ സിംഗിൾ ബെർത്താണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ എല്ലാ വണ്ടിയിലും പറയണതാണ്. പക്ഷേ ഇതൊരു പുതിയൊരു വണ്ടിയാണ്, നമ്മളിതുവരെ ചെയ്യാത്തൊരു വണ്ടിയാണ്. ഇതിന് പ്രത്യേകതയുണ്ട്, 12 സീറ്റുകളും 30 ബെർത്തും വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വണ്ടി ചെയ്യുന്നത്. സിംഗിൾ ബസ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എക്സ്ക്ലൂസീവ് റിവ്യൂ ഞാൻ പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ സിംഗിൾ ബെർത്ത്, പില്ലോസ്, ബ്ലാങ്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ എന്താ പറയുക, കാർപ്പറ്റൊക്കെ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞാനിത് വിചാരിച്ചതല്ല അന്ന് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്ന്. എന്തായാലും റിവ്യൂസിനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ഇപ്പോൾ വണ്ടിയുടെ ഒരു യാത്ര വീഡിയോയിലേക്ക് പറ്റി. ഞാൻ ഇപ്പോൾ കൊണ്ടോട്ടിയിലാണ് ഉള്ളത്. കൊണ്ടോട്ടിയിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. അതായത് കൊണ്ടോട്ടി രാത്രി 7:30 കൊണ്ടോട്ടിയിൽ നിന്ന് എടുക്കുക കേട്ടോ. പിന്നെ കോഴിക്കോട്, പിന്നെ അങ്ങനെ താമരശ്ശേരി കയറി മൈസൂർ വഴി അങ്ങനെ ബാംഗ്ലൂരാണ് ഇവരെ റൂട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് ബാംഗ്ലൂർ ഒന്നുകൂടി കാട്ടിത്തരാം. ഇതാണ് ഓവറോൾ ഈ വണ്ടിയുടെ ഫുൾ കാഴ്ചകൾ. എന്തായാലും നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല മണമൊക്കെ ഉണ്ട്, സ്പ്രേ ഒക്കെ അടിച്ചിട്ട്. ലൈലൻഡ് എന്നും ഒരു വികാരമാണ് നമുക്ക്. അപ്പോൾ ഇത് ലൈലൻഡ് 13.5 മീറ്റർ വണ്ടിയാണ്. AC ഇട്ടുണ്ട്, അതുകൊണ്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് എപ്പോഴും ഉണ്ടാവും. AC എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, വണ്ടി അത് ഇതിൽ കയറുമ്പോൾ തന്നെ ഒരു ആംബിയൻസ് വേണ്ടേ, നല്ല തണുപ്പുണ്ടാവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇത്രയും സ്ഥലമുണ്ട്. ഭാരത പെൻസിലിൻ്റെ പക്ഷേ ഇത്ര സ്ഥലം കിട്ടില്ല. ലൈലൻഡിൽ പിന്നെ ഇത്രയും സ്ഥലം കിട്ടും. ഒരു വികാരമാണ് അല്ലേ ലൈലൻഡ്. ഡാഷ്, കൺസോള് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആ രീതിക്ക് കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ടൈപ്പാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നേക്കണം. ആ ഒരു കൺസോളിൻ്റെ ഭാഗം ഇറങ്ങി നിൽക്കുന്ന ടൈപ്പാണ്. നമുക്ക് പകരം നമുക്ക് നോക്കാം. നമ്മൾ പകരം എക്സ്ക്ലൂസീവ് റിവ്യൂ നമ്മൾ ചെയ്യുമ്പോൾ നോക്കാം. ഇവിടെ ഒരു ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. പിന്നെ ഇവിടെ ഒരു ബെർത്തുണ്ട്, അതിൽ കൂടിയായിട്ട് ഇറക്കി കിടക്കാം. പിന്നെ എയർ വെൻ്റ് ഉണ്ട്. ഇഷ്ടംപോലെ സ്ഥലമാണ് ക്യാബിനിൽ. അത് ഇറങ്ങിപ്പോണത് പൈലറ്റിൻ്റെ സീറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും നന്നായിരിക്കുന്നുണ്ട് വണ്ടി. ഇവിടെ ട്രിപ്പിൾ 0 മാതൃകയിലാണല്ലോ ഈ വണ്ടി കെട്ടിയേക്കുന്നത്. MCK ട്രാവൽസ്. അപ്പോൾ ആർക്കായാലും കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ നല്ലവരും ഉണ്ടെങ്കിലേ വണ്ടി ബുക്ക് ചെയ്തോളൂ. നല്ല സർവീസാണ് ഇവരുടെ. പുതിയ ആൾക്കാരാണ്, അപ്പോൾ അതിൻ്റേതായ പുതിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ സപ്പോർട്ട് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് യാത്ര വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ചൊന്ന് ഫാനിലിരുന്നിട്ട് കുറച്ചൊരു ക്യാബിൻ റൈഡ്, അത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.
എന്താ ചേട്ടൻ്റെ പേര്? എവിടെ സ്ഥലം? വയനാട്. നല്ല ആളാണ് ഡ്രൈവർ. വേറെ ചേട്ടനുണ്ട്. എന്താ ചേട്ടൻ്റെ പേര്? മനു അല്ലേ? എവിടെ സ്ഥലം? കുന്നമംഗലം. ഈ ചേട്ടൻ സതീഷ് എവിടെയാ? കുന്നമംഗലം. എല്ലാവരും നമ്മൾ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ട് ഇങ്ങനെ കാര്യമില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ അവരൊന്ന് പരിചയപ്പെടുത്തി ചെറിയൊരു ക്യാബിൻ റൈഡ്. നല്ല ആൾക്കാരെല്ലാവരും അല്ലെങ്കിലും മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് നല്ല സ്നേഹമായിരിക്കും. നമ്മൾ കാണിച്ച റൂട്ട് തന്നെയാണ് ഇവർ പോണതൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് ഇതിൽ വെറുതെ വിഷ്വൽസ് എടുത്ത് കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇങ്ങനത്തെ ഒരു വണ്ടി പോകേണ്ടത് കാണിക്കാനായിട്ടാണ് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ കോഴിക്കോട് കൊണ്ടോട്ടി ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഈ വണ്ടി ബുക്ക് ചെയ്യാം. നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. സെറ്റാണ് നല്ല. നമ്മൾ കുറച്ച് യാത്രാ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ പിന്നെ ചെറിയൊരു വീഡിയോ അങ്ങനെ ഈ വണ്ടിയുടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരുടെ തന്നെ പുതിയൊരു വണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും നമുക്ക് ഇതിൽ തന്നെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാം. അതല്ലെങ്കിൽ പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. ഈ യൂരോപിൻ്റെ തന്നെ ഡൈലൻറ്റിൻ്റെ സൗണ്ടൊക്കെ നല്ല രസമല്ലേ? കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹരമാണ്. റൂട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് പോകണതെന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മണി സമയം എപ്പോഴൊക്കെയാണ് വണ്ടി എടുക്കുക, അതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നമ്പർ ഇടാം. അപ്പോൾ അവർ വിളിച്ചാൽ മതി. ഇപ്പോൾ സീറ്റ് ആവശ്യമുള്ളവർക്ക് സീറ്റും സ്ലീപ്പർ ആവശ്യമുള്ളവർക്ക് സ്ലീപ്പറും ഉണ്ട്. ഒരു വണ്ടി പോയി കൊമ്പൻ ലോറിൻ്റെ പേര്. ആൾക്കാരെ കയറാം. അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയ വീഡിയോ അവസാനിപ്പിക്കാം.